അൻസാരി സുഹുരി ഉസ്താദ്, എൻ്റെ പൊന്നു അൻസാരി സുഹുരി ഉസ്താദ്, എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്? അതായത് 3 മാസം മറുപടി. ഒന്ന്, ഒരു സംഖ്യ പറയുകയാണ്, ഉസ്താദന്മാർക്ക് സാലറി കൊടുക്കുന്നത് ക്ഷേത്രത്തിൽ നിന്നാണ്. അതായത് ഓരോ അമ്പലത്തിൽ നിന്ന് പൈസ പിരിച്ചിട്ടാണ് ഉസ്താദന്മാർക്ക് സാലറി കൊടുക്കുന്നത് എന്ന് ഒരു സംഖ്യ വന്നിട്ട് പറയുമ്പോൾ അതിന് മാസമായിട്ടുള്ള മറുപടി അൻസാരി സുഹുരി ഉസ്താദ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കണം. അതിനുശേഷം ജനൻ ടി വി പറയുകയാണ്, ഫുട്ബോൾ എന്ന് പറയുന്നത് ഈ പറയുന്നത്, അതായത് ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്, ആ ഫിഫ വേൾഡ് കപ്പിന്റെ എല്ലാം മുസ്ലിമീങ്ങളാണ്, അങ്ങനെ പറഞ്ഞിട്ട് വിഷം കാറുകയാണ്. അതിന് മാസായിട്ടുള്ള 2 മറുപടിയാണ് അൻസാരി ദുഹുരി ഉസ്താദ് കൊടുക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കണം. ഓക്കെ, അതിനുശേഷം ആരിഫ് ഹുസൈൻ, അതായത് ആരിഫ് ഹുസൈന് മാസായിട്ടുള്ള നല്ലൊരു മറുപടി അൻസാരി ദുഹുരി ഉസ്താദ് കൊടുക്കുന്നുണ്ട്. ഓരോന്നോരോന്ന് നിങ്ങൾ കേൾക്കണം. അതിനു മുമ്പ് അൻസാരി ദുഹുരി ഉസ്താദ് പറയുന്നത് ശരിയെന്ന് തോന്നുന്നവർ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ജനൻ ടി വിക്ക് അൻസാരി ദുഹുരി ഉസ്താദ് കൊടുക്കുന്ന ആ ഒരു മറുപടി ഒന്ന് കേട്ടു നോക്കാം. ഫുട്ബോള് ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ നിങ്ങൾ നോക്കി നോക്ക്, ഫുട്ബോളിന്റെ ലീഗുകൾ ശക്തമായുള്ള രാജ്യങ്ങൾ നോക്കി, അവിടെയൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിന് 15 വർഷത്തിനപ്പുറത്തേക്ക് ഇസ്ലാമികവൽക്കരണം ശക്തമായില്ലേ? യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, അതുപോലെ തന്നെ മറ്റ് ലീഗുകളിലേക്ക് ഇസ്ലാമിക താരങ്ങൾ, ഇസ്ലാമിക ഐക്കൺസ്, അതായത് കരീം ബെൻസമ, പോൾ ചേച്ചിന്റെ ഊപ്പാടളായി. ഞാൻ ഇനി നിങ്ങളോടൊക്കെ ഒരു സഹായഭ്യർത്ഥന ചോദിക്കും. ഇപ്പോഴല്ല, ഈ ജനൻ ടി വിയിലെ അവതാരകർക്ക് വേണ്ടി 10 കൊല്ലം കൊണ്ട് ഉമ്മാരെല്ലാം മാനസിക രോഗികളാണ്. തീർച്ചയാണ്, കാരണം അത്രയും ടോക്സിക് അവസ്ഥയിലേക്കാണ് പോവുക. ഈ ജനൻ ടി വിയിൽ പരിപാടി നടത്തുമ്പോൾ പറയണം, നിങ്ങൾക്ക് ചിലപ്പോൾ 10-40,000 രൂപ മാസം ശമ്പളം കിട്ടുമായിരിക്കും. ഇതിനേക്കാൾ നല്ലത് നിങ്ങൾ ഏതെങ്കിലും നഗരമധ്യത്തിൽ പോയി നിക്കർ കച്ചവടം നടത്തുന്നതാണ്. അതാകുമ്പോൾ നിങ്ങളുടെ മാനസിക ആരോഗ്യമെങ്കിലും നിലനിൽക്കും. നിങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ രാവും പകൽ ഇസ്ലാമികവൽക്കരിക്കുന്നു. അപ്പോൾ നിങ്ങളും ചിന്തിക്കണ്ടേ, നിങ്ങൾക്കും ഇതുപോലെ വൽക്കരണം നടത്താവില്ല? ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റൊക്കെ ഇട്ടിട്ട് പല സംഗതികളും നമ്മൾ കൊണ്ടുവന്നല്ലോ. എന്നിട്ട് ജനമനസ്സിൽ അതൊന്നും സ്വാധീനം ചെലുത്തുന്നില്ലല്ലോ. അപ്പം മുസ്ലിങ്ങൾ ഈ മേഖലകളെല്ലാം എന്താണ് ഈ പറയുന്നത്? വലിയ വലിയ വേൾഡ് കപ്പുകളൊക്കെ മുസ്ലിങ്ങൾ ഇസ്ലാമികവൽക്കരിക്കുന്നു. അപ്പോൾ ഇസ്ലാമികവൽക്കരിക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ അത്തരം വൽക്കരണം കൊണ്ട് അതിലേക്ക് എത്തിപ്പെടുന്നുണ്ടല്ലേ. ഈ ഇസ്ലാം ഒരു മഹാസംഭവമായി മാറുകയാണല്ലോ. ഇവിടെയുള്ള സാധുക്കളായ നീയൊക്കെ കൊണ്ടു നടക്കുന്ന ആദർശങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും വേണ്ട. എന്തുകൊണ്ടാണ് ഈ വാതുറന്ന വാനാറ്റവാ? പ്രീമിയർ ലീഗ്, മുസ്ലിം ലീഗ്, കളിക്കളത്തിൽ അബ്ദുറഹ്മാൻ കുട്ടി ഇറങ്ങി, ഉസ്മാൻ കുട്ടി ഇറങ്ങി, അബൂബക്കർ കുട്ടി ഇറങ്ങി. എന്തൊരവസ്ഥയാടാ! 24 മണിക്കൂർ ഈ ഒരു ചർച്ചയല്ലാതെ നിങ്ങൾ എന്തെങ്കിലും മനുഷ്യർക്ക് ഉപയുക്തമാകുന്നതിലൊക്കെ, മനുഷ്യർക്ക് ചിന്താശേഷിയെ വളർത്താൻ കഴിയുന്ന എന്തെങ്കിലും ഒരു നന്മ അതിനകത്ത് പറയുന്ന കൊച്ചി ടി വിയിൽ. നിങ്ങൾ ഒരു സമൂഹത്തെ മുസ്ലിമീങ്ങളുടെ പിന്നാലെ തിരിച്ചുവിട്ട് മുസ്ലിം സമുദായം ചവിട്ടിക്കയറേണ്ട മുഴുവൻ പടികളും നിങ്ങളെ ശ്രദ്ധിക്കാതെ സാധ്യമാക്കുമ്പോൾ, അവരാകാശത്തോളം ഉയർന്ന് പൊന്തി നിൽക്കുമ്പോൾ, നിങ്ങൾ അന്ന് മുസൽമാൻ്റെ മുണ്ടിൻ്റെ കോലായി പിടിച്ച് പിന്നാലെ നടക്കും. നമ്മൾ ഈ അയലത്തുകാരൻ നന്നാകുന്നത് കണ്ട് കുശുമ്പ് പിടിക്കുമ്പം നമ്മളെ അയലത്തുകാരൻ ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ ഓരോ പടികളും ചവിട്ടിക്കയറുമ്പോൾ നമ്മൾ അവനെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കും. അവൻ വളരുകയും ചെയ്യും. നമ്മൾ ആ നിന്ന സ്ഥലത്തുനിന്ന് ഒരു പടി മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടാവില്ല. ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ. അതേസമയത്ത് ഇവിടുത്തെ സാധാരണക്കാരായ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെയൊക്കെ ജീവിത നിലവാരം കണ്ടില്ലേ? അവർ മുസ്ലിമീങ്ങളോടും ക്രൈസ്തവരോടും ഒക്കെ സഹവർത്തിത്വത്തോട്, സ്നേഹത്തോട്, പാരസ്പര്യത്തോട് എന്ത് മനോഹരമായിട്ടാണ് അവർ ജീവിക്കുന്നത്, എന്ത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ പ്രവാസികളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ വിളിക്കും. ഞാൻ പല വോയിസുകളും പങ്കുവച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ലൈഫിന് സന്തോഷം എത്ര വലുതാണെന്നറിയോ? നീയൊക്കെ ഒരു ദിവസമെങ്കിലും കക്കൂസിൽ 2 മിനിറ്റ് സമാധാനത്തെ ഫ്രീ മൈൻഡിൽ ഇരുന്നിട്ടുണ്ടോ? ഇരിക്കാൻ പറ്റൂല. എവിടെങ്കിലും ഒരിച്ചിരി ഭക്ഷണം മേടിച്ച് ആസ്വദിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കണ്ണാടി വെച്ച് വരുത്തുണ്ട്, അവൻ്റെ പ്രഷറൊക്കെ എന്തുവാ? അവൻ്റെ കണ്ണാടി വെച്ച് അവൻ്റെയൊക്കെ കേട്ടാ, അവൻ്റെ എന്തെങ്കിലും ആ പിന്തുവാരൊക്കെ പൊളിഞ്ഞു പോവും. അമ്മാതിരി പ്രഷർ അവൻ്റെ. എടാ, നീയൊക്കെ പോയി കിടന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങടാ. പിള്ളേരെയും 12 മണിക്ക് 1 മണിക്ക് കളിയൊക്കെ കണ്ടിട്ട് സമാധാനത്തെ പോയി അഴിച്ച് പൊളിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോഴും നീയൊക്കെ എന്തുവാ? ഫുട്ബോൾ വരെ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു. ഇനിയും വൽക്കരിക്കപ്പെടും, ഇനിയും വൽക്കരിക്കപ്പെടാനുണ്ട്. അങ്ങനെ ഇസ്ലാം ഇങ്ങനെ എല്ലാ സമൂഹത്തിലേക്കും എല്ലാ മേഖലയിലേക്കും എത്തിച്ചേരുന്ന ആ ഒരു ഭയം കാരണം നിങ്ങളിങ്ങനെ സങ്കടപ്പെടുന്നില്ലേ? ഇതിങ്ങനെ അതിൻ്റെ എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ദേ കയറിപ്പോണേ എന്ന് കരയും. അതങ്ങ് കയറിപ്പോയിക്കൊണ്ടേയിരിക്കും. നമ്മളോ ഇവിടെ ഇരുന്ന്
ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും, അതിന് ഗതിയില്ലാത്തവര് എന്ത് ചെയ്യാനാണ്? നാണമുണ്ട് ഈ വറ്റകൾക്ക്. ഓക്കെ, നമ്മുടെ അൻസാരി ദുഹൂരി ഉസ്താദ് റൊണാൾഡോയെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ലോകത്തിലെ ഫുട്ബോളിനെ പൂർണ്ണമായും ഇസ്ലാമികത വിഴുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ജനവികാരെ വിഴുങ്ങുമെന്നല്ല, ഇതിനകം വിഴുങ്ങി കഴിഞ്ഞു. റൊണാൾഡോയുടെ സുന്നത്ത് കല്യാണം നാളെ വെള്ളിയാഴ്ച പള്ളി തിരിയുമ്പോൾ റൊണാൾഡോയുടെ സുന്നത്ത് കല്യാണം പൊന്നാനി വെച്ച് നടത്താൻ പോവാ. റൊണാൾഡോ ഒക്കെ ഇതിനകം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു. ആ പുറത്ത് പറയണ്ട, ഇത് കണ്ടു നോക്കി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റൊണാൾഡോ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മുത്തുമണി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാണിക്കക്കല്ലേ റൊണാൾഡോ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മുത്തുമണിയ റൊണാൾഡോ. റൊണാൾഡോ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. കണ്ട, നീ എന്താ വൽക്കരിക്കപ്പെടാണ്? നീ മെസ്സിയുടെ സുന്നത്തിലാണ് ഈ വെള്ളിയാഴ്ച റൊണാൾഡോയുടെ ആണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മെസ്സിയുടെ സുന്നത്തിലാണ് നടത്താൻ പോവാ. അങ്ങനെ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇസ്ലാമവൽക്കരിക്കപ്പെടാൻ പോവാണ്. സ്റ്റേഡിയത്തിൽ കണ്ടില്ലേ, പുല്ല് മൊത്തം പച്ചപ്പുല്ല്, മഞ്ഞപ്പുല്ല് ചുമലപ്പുല്ല് വെക്കുന്നതിന് പകരം മൊത്തം പച്ചയടിച്ചിരിക്കുകയാണ്. മൊത്തം ഇസ്ലാമികവൽക്കരിക്കപ്പെടണം കംപ്ലീറ്റ്. തോരണം, പച്ചത്തോരണം കൊണ്ട് ഞങ്ങൾ ധൃതങ്ങ പുളകിതനാകാൻ പോവാണ്. ആ പൊന്നാര ജനജീവിക്കാരാ, നീ വന്ന് എൻ്റെ ഒരു കാര്യം പറയട്ടെ. ഇവിടെ നമ്മൾ കൊണ്ട് നടക്കുന്ന എന്നും ആർക്കും വേണ്ടെങ്കിൽ നമ്മുടെ കഴിവുകേടാ. 5.5 ഗ്രാമിന്റെ തൂക്കുകെട്ട് കിട്ടും, അറിയാം, നമ്മൾ ഈ അളവെടുക്കുന്ന തൂക്കിട്ടാ. സുമേഷേ കറക്കി ഇങ്ങോട്ട് വിടുവാ. കറക്ക് നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. എന്തായാലും അതായത് അൻസാരി ദുഹൂരി ഉസ്താദ് പറയുന്നത് നല്ല അർത്ഥമുണ്ട്. ഓക്കെ, അതായത് ഇനി നമ്മുടെ അൻസാരി ദുഹൂരി ഉസ്താദ് രണ്ടാൾക്കാണ് മറുപടി കൊടുക്കുന്നത്. 2 സംഖ്യകൾ. പൊന്നു മനുഷ്യന്മാരെ, ഞാൻ പേഴ്സണലി ആര് വർഗീയതയുടെ വിഷം തുപ്പിയാലും ഞാൻ വിളിച്ച് പറയും. ഓക്കെ, അതായത് 2 സംഖ്യകൾ വിഷം കാറുകയാണ്. ക്ഷേത്രത്തിൽ നിന്നാണ് ഉസ്താദന്മാർക്ക് സാലറി കൊടുക്കുന്നത് എന്നാണ് ഒരു സംഖ്യ പറഞ്ഞത്. എന്നാൽ ആദ്യത്തെ സംഖ്യക്ക് അൻസാരി ദുഹൂരി ഉസ്താദ് കൊടുക്കുന്ന മറുപടി. എന്താ കുട്ടപ്പ നിന്റെ പ്രശ്നം പറ? ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് പോയ സോമനാഥ ക്ഷേത്രം 17 തവണ തകർത്ത ആളുകളെ പറ്റി എന്ത് പോസിറ്റീവ് പഠിക്കാനാണ്? കുട്ടപ്പ നീ ഇങ്ങനെ പിടിച്ച് വലിച്ചു കീറല്ലേ? നിന്റെ കീഴ്വായുടെ നരമ്പും നിന്റെ ഉൻസേനയെല്ലാം കൂടെ ചതഞ്ഞു പോവും. എന്താ നിന്റെ പ്രശ്നം? മുഗളന്മാരിവിടെ വന്നത് ഈ രാജ്യത്തുള്ള ക്ഷേത്രങ്ങൾ തകർക്കാനും കൊള്ളയടിക്കാനും വേണ്ടി. ഓക്കെ ശരി, മുഗളന്മാർ വന്നത് കൊള്ളയടിക്കാൻ വേണ്ടി. ഓക്കെ, നമ്മളെന്തായിരുന്നു നമ്മുടെ പണിയെന്ന്? ഈ കാശ്മീരിൽ ഒരു ഹർഷൻ എന്ന് പറയുന്ന മഹാരാജാവുണ്ടെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ഒരു വിഭാഗത്തിന്റെ പേര് ദേവോത്പന്ന നായകൻ. അവരുടെ പരിപാടി ദേവോത്പന്ന നായകൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ധ്വംസിക്കുക, കൊള്ളയടിക്കുക എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഹർഷ മഹാരാജാവ് പാളയംപള്ളി ഇമാമല്ല, ഭീമാപള്ളി ഇമാമല്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അതൊക്കെ പോട്ടെ, അതൊക്കെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. 2026 ആണല്ലോ ഇത്. 2026 ഇപ്പം അയോധ്യ രാമക്ഷേത്രത്തിൽ ചെറിയ സാമ്പത്തിക തട്ടിപ്പൊക്കെ നടന്നുണ്ട്, ക്രമക്കേട്. ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് രാജ്യത്തിന്റെ വികാരം, ഭാരതത്തിന്റെ വികാരമാണ് രാമൻ എന്ന് പറഞ്ഞ് അവിടെ ഒരു ക്ഷേത്രം പണിതു. ഓക്കെ, ഇപ്പൊ അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? വാർത്ത. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ വെട്ടിലായിരിക്കുകയാണ് RSS നേതൃത്വം. ക്ഷേത്ര ട്രസ്റ്റിലെ പ്രമുഖരെല്ലാം RSS ആയി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ സംഘടനയുമായി ബന്ധമുള്ളവരാണ്. നമ്മുടെ സ്വന്തം രാമക്ഷേത്രം ഇത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പല്ല, മുഗളന്മാരുമല്ല. 2026 സംഭവം. 2026 അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഇപ്പൊ കൊള്ളയടിച്ചാരാ? ഇപ്പം ഒരു കോടിക്കണക്കിന് രൂപ ക്രമക്കേടായി പോന്നിരിക്കുന്നത്. പാളയംപള്ളി ഇമാമാണോ ഭീമാപള്ളി ഇമാമാണോ? രണ്ടുപേരുമല്ല. ആരാ? നമ്മൾ തന്നെ. ഓക്കെ, സെറ്റായി. രണ്ടാമത്തെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇപ്പൊ പലതും കാണുന്നില്ല എന്ന് പറയുന്നു. വാർത്ത നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഏത് മുസ്ലിം അവിടെ കയറിയത്? പാളയംപള്ളി ഇമാമ ഭീമാപള്ളി ഇമാമ? ആരാ കയറിയത്? ഇല്ല, നമ്മൾ തന്നെ മുച്ചൂട് മുക്കി. പോട്ടെ, ശബരിമലയിലെ സ്വർണ്ണപ്പാളി ആടാപടലം മുക്കി. ആരാ? പാളയംപള്ളി ഇമാമ ഭീമാപള്ളി ഇമാമ? അന്ന് ഹർഷ മഹാരാജാവ് എന്താണോ ചെയ്തത് 2026 അവരുടെ പിൻഗാമികളായി നമ്മളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് എന്താ കിടക്കാൻ വയ്യാത്തത്? ആ മുഗളന്മാരെ അടിച്ചോണ്ട് പോയെങ്കിൽ അവന്മാരുടെ മുൻസേനയെ പോയി പിടി. ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളിപ്പോ 2026 ജീവിക്കുന്നവരാ. ഒരു സ്വയന്താട് നിന്റെ ഈ കീഴ്വായുടെ നരമ്പെല്ലാം കൂടെ വലിഞ്ഞു പൊട്ടുമല്ലോ. 24 മണിക്കൂർ ഇതെന്താ അവന്റെ മുഗളന്മാർ വന്ന് അവന്റെ എന്തോ ചെത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. എണീറ്റ് പോലെ പണിക്കുമ്പോഴേ ഒന്നുമില്ലെങ്കിൽ തൊഴിലുറപ്പിന് പോയി 250 രൂപ കിട്ടും. രാവിലെ ഒരു കുത്തിത്തിരിപ്പ് വർഗീയതയായിട്ട് വന്നിരിക്കുകയാണ്. ഡാ സുമേഷേ, കറക്കി വിടാൻ നെഞ്ചത്തോട്ട്. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്. ഞാനൊരു കാര്യം പറയാം, ഉസ്താദ് പറഞ്ഞത് 100% ശരിയല്ലേ? അതായത് ക്ഷേത്രത്തിൽ നിന്ന് കക്കുന്നത് RSSകാർ തന്നെയാണ്. അവിടേക്ക് ഏതെങ്കിലും തൊപ്പി വെച്ചൊരു മനുഷ്യന് പോകാൻ പറ്റുമോ? അത് നമ്മളൊന്ന് ചിന്തിക്കണം. അവർ മീഡിയാസിൽ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് സത്യമൊന്ന് ചിലർ, അതായത് ഒരു സംഘി ഇരുന്നിട്ട് മുസ്ലിമീങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പൈസ കക്കുന്നുണ്ട്, അത് കക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ
നിരപരാധികളായ നല്ലവരായ ഹൈന്ദവർ, ഒരു 10% വരുന്ന ഹൈന്ദവർ അത് ശരിയെന്നാണ് വിചാരിക്കുന്നത്. അതിനാണ് അൻസാരി ദുഹൂരി ഉസ്താദ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു സംഖ്യക്കും കൂടി അൻസാരി ദുഹൂരി ഉസ്താദ് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. വിശ്വാസികളിൽ കള്ളന്മാരില്ലെന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ. വിശ്വാസികളിൽ കള്ളന്മാരുണ്ട്, മോഷ്ടാക്കളുണ്ട്. ഇപ്പൊ ശബരിമല ക്ഷേത്രത്തിൽ തന്നെ മോഷണം നടത്തിയവരെല്ലാവരും വിശ്വാസികളല്ലേ? ക്ഷേത്രഭരണം നടത്തിയ ആൾക്കാർ തന്നെ അവരാരും അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരല്ലായിരുന്നല്ലോ. അവരൊക്കെ വിശ്വാസികളാണ്. അവര് ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നതിന് കൂട്ടുനിന്നു. ഇവിടെ അയോധ്യയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ എന്താണ് കാണുന്നത്? അയോധ്യയിലെ ഇത്തരം വാർത്തകൾ ശരിയാണെങ്കിൽ അത് അങ്ങേയറ്റം വേദനാജനകമാണ്. യാതൊരു സംശയമില്ല, അത് ഞെട്ടലുളവാക്കുന്നത് തന്നെയാണ്. എന്തു പറ്റി ബാവട്ട? വെള്ളി കട്ടവനാരപ്പ സംഘികളാണ് രാമേട്ട, വെള്ളി കട്ടവനാരപ്പ സംഘികളാണ് രാമേട്ട. ബാബോട്ടം പറഞ്ഞുകൊണ്ടിരുന്ന ക്ഷേത്രങ്ങളൊക്കെ വിശ്വാസികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സുതാര്യത ഉണ്ടാവുന്നത്. ഇപ്പൊ ഏൽപ്പിച്ചവൻ തന്നെ തൂക്കെട്ടടക്കം അടിച്ചുകൊണ്ടുപോയി. ഇപ്പം അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ 200 കോടി രൂപയാണ് ഭയങ്കര വെട്ടിപ്പ് ഉണ്ടായത്. പാളയമ്പള്ളിൽ ഇമാമാണ്, ഭീമാപ്പള്ളിയിൽ ഇമാമാണ്. അതല്ല ടിപ്പു മുകൾ ആരാണ് അടിച്ചുകൊണ്ട് പോയത്? നമ്മൾ തന്നെ. അന്നും നമ്മൾ തന്നെ, ഇന്നും നമ്മൾ തന്നെ. നമ്മളല്ലാതെ വേറെ ആര് അടിച്ചുകൊണ്ട് പോകാൻ? ഇതിലേറ്റവും രസാവഹമായ സംഭവം എന്ന് പറഞ്ഞാലേ, അയോധ്യ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, ഇപ്പോൾ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മലപ്പുറത്തെ മദർസയിൽ നിന്ന് 2226 കിലോമീറ്റർ അടുത്താണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ നാട്ടിലെ പാവപ്പെട്ട ഹിന്ദുക്കൾ അവരുടെ അധ്വാനത്തിന്റെ വിഹിതം നേർച്ചയാക്കി കൊടുക്കുന്ന സാധനങ്ങളെല്ലാം മുച്ചൂടും അടിച്ചുകൊണ്ട് പോയിട്ട് അതിന്റെ പേര് ദോഷം മുഴുവൻ ആർക്കാ? മുഗളന്മാർക്കും ടിപ്പുവിനും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ ടിപ്പുവിന് കിടക്കാൻ വയ്യ, മുഗളന്മാർക്കും കിടക്കാൻ വയ്യ. എന്നിട്ട് ഇപ്പം ഇരുന്ന് മോങ്ങുകയാണ് വിശ്വാസികൾ കള്ളന്മാരുണ്ടല്ലോ, ഉറപ്പല്ലേ? അതല്ല ഇപ്പം ശബരിമലയൊക്കെ നമ്മൾ കണ്ടത്. വിശ്വാസികൾ തന്നെ അടിച്ചുകൊണ്ട് പോയിരുന്നു. ഈ അവനവൻ അടിച്ചുകൊണ്ട് പോയിട്ട് അവനവൻ തന്നെ പറ ഞാൻ അടിച്ചുകൊണ്ട് പോയിന്ന്. ബാക്കിയുള്ളവർ നെഞ്ചത്ത് കയറാതെ, ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾ നെഞ്ചത്തോട്ട് കയറാതെ. വെള്ളി കട്ടവനാരപ്പ സംഘികളാണ് രാമേട്ട, വെള്ളി കട്ടവനാരപ്പ സംഘികളാണ് രാമേട്ട. സുരേഷേ കറക്കടാ. എന്താ അല്ലേ, ജനൻ ടിവിയോട് ഒരു കാര്യം പറയാം, നിങ്ങൾ ഇത് കാണണം. അതായത് ഒരു പാവപ്പെട്ട ഹൈന്ദവ കുടുംബത്തെയാണ് അൻസാരി ദുഹൂരി ഉസ്താദ് സഹായിക്കുന്നത്. അത് വർഗീയതയുടെ വിഷം, ഈ പറഞ്ഞ ശശികളെ പോലെ അല്ലെങ്കിൽ ജനൻ ടിവിയെ പോലെ വർഗീയതയുടെ വിഷം അൻസാരി ദുഹൂരി ഉസ്താദിന് ഉണ്ടെങ്കിൽ നല്ലവരായ ഹൈന്ദവർക്ക് അൻസാരി ദുഹൂരി ഉസ്താദ് സഹായിക്കോ? അൻസാരി ദുഹൂരി ഉസ്താദിന് എത്ര ഹൈന്ദവർ കോൾ ചെയ്യുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അതായത് പറയേണ്ട കാര്യം അൻസാരി ദുഹൂരി ഉസ്താദ് ഇങ്ങനെ വർഗീയതയുടെ വിഷം തുപ്പുമ്പോൾ അതിന് ക്ലിയറായി കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നത് കൊണ്ട് നല്ലവരായ ഹൈന്ദവർക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്നതാണ് അതിന്റെ സത്യം. ഓക്കെ, ആരിഫ് ഹുസൈന് നല്ലൊരു മറുപടി അൻസാരി ദുഹൂരി ഉസ്താദ് കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഇതൊന്ന് കാണണം. വേറെ രീതിയിൽ വരുമാനമുണ്ട്, അതാണ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം. ആ ഹലാൽ വരുമാനമൊക്കെ എടുത്തുകൊണ്ട് വേണം കിതാബ് പഠിപ്പിക്കുന്ന, മതം പഠിപ്പിക്കുന്ന അവർക്ക് ശമ്പളം പോലും കൊടുക്കാൻ നമ്മളുടെ പൈസ വേണം. അതവർക്ക് ഹലാലാണ്, ഹറാമല്ല. ഈ മാസം ഞങ്ങളുടെ മദ്രസയിലെ ജബ്ബാർ ഖാന് ശമ്പളം കൊടുത്തിട്ടില്ല. കാരണം ക്ഷേത്രത്തിന് വരുമാനം വരാത്തോണ്ടേ. അപ്പൊ എന്താ വരുമാനം വരാത്തെന്നൊക്കെ ആലോചിച്ചപ്പോൾ ഇതായിരുന്നു സംഭവം. അയോധ്യ ക്ഷേത്രത്തിലെ തട്ടിപ്പിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നേരിട്ടാണ് റിപ്പോർട്ട് നൽകിയത്. അന്തിമ റിപ്പോർട്ട് ഞായറാഴ്ച നൽകും. പണാപഹരണം ഏറ്റവും അധികം നടന്നത് ഇക്കഴിഞ്ഞ കുംഭമേള കാലത്ത് ആണെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്റെ പൊന്നാര കുട്ടപ്പ, നിനക്ക് ഞങ്ങളെക്കുറിച്ച് വല്ല അറിയാവാ? ഇത് ഈ മോളെ കണ്ട സൂര്യ കരൾ പോയ കുഞ്ഞാ. ഒരു ദിവസം കൊണ്ട് 17 ലക്ഷം രൂപയാണ് ആ കുട്ടിക്ക് സമാഹരിച്ചു കൊടുത്തത്. ആ കുട്ടിക്ക് പൈസ അയച്ചു കൊടുത്തതിൽ 90% സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മുസൽമാന്മാരാണ്. ഞങ്ങളിത് കൊടുക്കൽ മാത്രമല്ല, ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം കൊടുത്തിട്ടാണ്. കേരളത്തിൽ 10,000-ലധികം മദ്രസയുണ്ട്. മറ്റാർക്കെങ്കിലും അങ്ങനെ അവരുടെ ആത്മീയ വിദ്യാഭ്യാസ സ്ഥാപനം അങ്ങനെ കാണിക്കാൻ പറ്റുമോ? 83% ഉണ്ട്. രാജ്യം വരെ ഭരിക്കുകയാണ്. എന്നിട്ടും അവർക്ക് എന്തെങ്കിലും ഒന്നും ഈ പറയപ്പെട്ട പാവപ്പെട്ട ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി അങ്ങനെ സംവിധാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സംസ്കൃത ഭാഷ പഠിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വ്യാപകമായ പ്രസ്ഥാനങ്ങൾ ഇവിടെ മുന്നിലുണ്ടോ? ആയിരക്കണക്കിന് വരുന്ന വിശുദ്ധമായി ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സംവിധാനങ്ങൾ മാത്രം കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിട്ടുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകും. മുസ്ലിമീങ്ങൾക്കുള്ള അത്ര സ്ഥാപനങ്ങളെങ്കിലും ഉണ്ടാ ആത്മീയമായിട്ട് പഠിക്കാൻ? ഇല്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വവും ഇതിൻ്റെയൊക്കെ വേദന ആരഞ്ചത്ത കയറുക? ഇവിടുത്തെ മുസ്ലിമീങ്ങൾ അഞ്ചത്താ. എടാ, നീയൊക്കെ കാലാകാലം വരെ ഇങ്ങനെ കരഞ്ഞും മെഴുകി ജീവിക്കത്തേ ഉള്ളൂ. മനസ്സിലായ? വാ നാറുന്നു. ഈ വർത്താനം കേട്ടിട്ടെ ഇതിൻ്റെ വാ നാറുന്നുണ്ട്. ഏതായാലും ആദ്യം നല്ലത് പറയാൻ പഠിക്കുക, നല്ലത് പ്രചരിപ്പിക്കാൻ പഠിക്കുക. ലോകാവസാനം വരെ നീയൊക്കെ ഇങ്ങനെ ഗതികെട്ട് പറഞ്ഞ് ഗതികെട്ടേ ജീവിക്കുള്ളൂ. അങ്ങനെ തന്നെ നിൻ്റെയൊക്കെ ജീവിതം ഒടുങ്ങും. ഞങ്ങൾ അങ്ങനെയല്ല.
നിങ്ങൾ നല്ല അത്തർ വാങ്ങും, നല്ല വസ്ത്രങ്ങൾ ധരിക്കും, നല്ല ചെരുപ്പ് ധരിക്കും, നല്ല ആഹാരം കഴിക്കും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരാളും ഞങ്ങളുടെ ശത്രുവല്ല, എല്ലാവരും മിത്രങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് ജീവിക്കാൻ, സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും. നീ അങ്ങനല്ല. എന്തായാലും അതായത് അൻസാരി ദുഹി ഉസ്താദ് പറയുന്നതിൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പോയിന്റ് ഉണ്ട് എന്നതാണ്. ഓക്കെ ആരിഫ് ഹുസൈന് മാസമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഇതൊന്ന് കാണണം. പൊന്നുമക്കളെ, ഉറങ്ങാൻ കിടന്നതാ, ഒരു ശബ്ദം കേട്ട് ഞെട്ടിണീറ്റതാ. ഈ ജനൻ TV മുസ്ലിങ്ങൾ വല്ലവരും വിലക്ക് മേടിച്ച ഈ വാർത്ത കണ്ടു നോക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിലെ മലയാളി സാന്നിധ്യമായ തഹ്സീൻ മുഹമ്മദ് ജംഷിദിന്റെ കൂറ്റൻ കട്ടൌട്ടറുമായി പാത്രമംഗലം കൂട്ടായ്മ. ഖത്തർ താരമായ തഹ്സീൻ മുഹമ്മദിന്റെ 70 അടിയോളം ഉയരമുള്ള കട്ടൌട്ടർ സ്ഥാപിച്ചാണ് കാൽപന്ത് കളിയുടെ ആവേശം വാനോളം ഉയർത്തിക്കെട്ടിയിരിക്കുന്നത്. എന്റെ ജനൻ TV ഇങ്ങനല്ല, എന്റെ ജനൻ TV ഇങ്ങനല്ല. എനിക്ക് ഇങ്ങനത്തെ ജനൻ TVനെ കാണണ്ട. ലോകത്തിലെ ഫുട്ബോളിനെ പൂർണ്ണമായും ഇസ്ലാമികത വിഴുങ്ങും. ഇങ്ങനത്തെ ഒരു ജനൻ TV അല്ല എന്റെ ജനൻ TV. രാവും പകലും വിദ്വേഷവും വെറുപ്പും പറയുന്ന ഈ ജനൻ TVയിൽ നിന്ന് ഒരു മുസൽമാന്റെ പേര് പറഞ്ഞ് കട്ടൗട്ട് ഉയർത്തിയ, അവനെ വാനോളം ഉയർത്തി പറയുന്ന ഈ ജനൻ TV ഇനി ഞാൻ കാണത്തില്ല. എനിക്ക് വേണ്ട. ഒന്നിരിക്കെ ജനൻ TVയുടെ അഡ്മിൻ ഉറങ്ങിയ സമയത്ത് ഈ കുട്ടിയെ കാണാൻ തന്നെ ഇഷ്ടപ്രകാരം വായിച്ചായിരിക്കും. മോളെ, നാളെ ഒരിങ്ങനെ വായിക്കരുത്. ജനൻ TVയുടെ പാറ്റേൺ ഇങ്ങനല്ല. പച്ചവിരിച്ചു കിടക്കുന്ന പച്ച വിരിച്ചു ജനൻ TVയിൽ ഇങ്ങനെ പച്ച വിരിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞു കേൾക്കാത്തോണ്ട് പറയാ. എന്റെ ജനൻ TV ഇങ്ങനല്ല. എനിക്കിത് ജീവിക്കണ്ട. സുമേഷേ കറക്കടാ. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഓക്കെ ആരിഫ് ഹുസൈന് മാസമായിട്ടുള്ള മറുപടി അൻസാരി ദുഹി ഉസ്താദ് കൊടുക്കുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒരു വ്യക്തിക്ക് മതം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അവന്റെ മുഖത്ത് എത്രത്തോളം മീശ ഉണ്ടെന്ന് നോക്കിയാണ്. മീശ കൂടുകയും താടി കുറയുകയും ചെയ്താൽ അത് ഒരു നോർമൽ റേഞ്ചാണ്. അതേസമയം താടി കൂടെ മീശ കുറയുകയും ചെയ്താൽ അതൊരു പ്രശ്നമാണ്. ഇത്രയും ഗതികെട്ട ഒരുത്തൻ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ട്? തക്കിയായി ആണം കെടുത്താൻ വേണ്ടി മനുഷ്യനെ. എടാ, താടി മീശ ഇല്ലെങ്കിൽ മനസ്സിലാക്കണം ആണും പെണ്ണും കെട്ട ഇവനെ പൊറുത്തവനാണെന്ന്. പിന്നെ വേറെ കാര്യം പുറത്തു പറയണ്ട രഹസ്യമാണ്. ഇവൻ വലിയ ജൂതസ്നേഹം കാണിച്ച്, ഇസ്രായേൽ സ്നേഹം കാണിച്ച് അവിടെ ചെന്നതാ. മൂത്രമൊക്കെ കഴിയുന്ന സമയത്ത് ചെത്തിയ പെൻസിൽ കണ്ട് ജൂതന്മാർ ഓടിച്ച് കണ്ടം വഴി പോടാന്ന് പറഞ്ഞു, ജിഹാദി എന്ന് പറഞ്ഞു. ഇവനെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ പറ്റത്തില്ലല്ലോ. അവൻ ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കത്തില്ല. ചെത്തിയ പെൻസിൽ കാരണം ഇവനെ മുസ്ലിമായിട്ടേ കാണുള്ളൂ. പോടാന്ന് പറഞ്ഞു കണ്ടം വഴി ഓടിച്ചു. ഓക്കെ ഒരു കാര്യം പറയാം. അതായത് ആരിഫ് ഹുസൈനും ഫാസൽ കരാട്ടിനും 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. ആരാണ് ഫാസൽ കരാട്ട് എന്നൊരു കാര്യം പറയാം. അതായത് ഫാസൽ കരാട്ട് ഒരു മുസൽമാനാണ്. അപ്പോൾ അവൻ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് ഉസ്താദന്മാരെ തെറി വിളിക്കുന്നത് കൊണ്ട് സംഘികൾ അവന് സപ്പോർട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു കാര്യം പറയാം, അവനറിയും അവൻ്റെ പേര് മുസ്ലിം ആയതുകൊണ്ട് അവൻ ഉസ്താദിനെ തെറി വിളിച്ചാൽ സംഘികൾ ഉറപ്പായിട്ടും അവന് സപ്പോർട്ട് കൊടുക്കുമെന്ന് ആ ചങ്ങായിക്ക് അറിയാം. അതുകൊണ്ട് ആ ചങ്ങായി എവിടെയെങ്കിലും ഉസ്താദന്മാർ പ്രസംഗിക്കുമ്പോൾ, അതിപ്പോൾ സിറാജുദ്ദീൻ കാസിമി ആകട്ടെ, അൻസാരി ദുഹുരി ഉസ്താദാകട്ടെ, ആരുമാകട്ടെ, ഉസ്താദന്മാർ ഇപ്പോൾ ഇങ്ങനെ പറയും, അതായത് ഇസ്ലാം മതപ്രകാരം ന്യൂ ഇയർ ആഘോഷിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ന്യൂ ഇയറിന്റെ വേളയിൽ ഇങ്ങനെ ആഘോഷിക്കണ്ട എന്ന് പറയുമ്പോൾ ഇവൻ, അതായത് ഉസ്താദന്മാർ പറയുന്നത് ഇസ്ലാം മതപ്രകാരം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇവന് ഇസ്ലാം മതപ്രകാരം എന്ന് പറഞ്ഞതിനെ കട്ട് ചെയ്തിട്ട് ഈ ഫസൽ കരാട്ട് ഉസ്താദ് ന്യൂ ഇയർ ആഘോഷിക്കണ്ട എന്ന് പറയാൻ ആരാണ്? ആ ജിഹാദി പറഞ്ഞത് കേട്ടല്ലോ, എന്റെ പേര് ഫസൽ കരാട്ട് എന്നാണ്, ഞാൻ മുസൽമാനാണ്, എനിക്കില്ലാത്തതെന്ന് ഉസ്താദിന് അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ ഒന്നും അറിയാത്ത സംഘികൾ ഫസൽക്ക നിങ്ങൾ പറയുന്നത് പുണ്യമായ പ്രവൃത്തിയാണ് ഫസൽക്ക എന്ന് പറഞ്ഞിട്ട് അവനെ കൈ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഫസൽ കരാട്ടിനും ഈ പറയുന്ന ആരിഫ് ഹുസൈനും 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവർ ഇസ്രായേലിനെ സപ്പോർട്ട് കൊടുക്കുന്നവരാണ്. ഇവർ വിചാരിച്ചത് ഇവർ ഇസ്രായേലിലേക്ക് പോയി, അവർ 2 വ്യക്തികളാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചത് ഇസ്രായേലിന് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ കെട്ടിപ്പിടിക്കുമെന്നാണ്. ഈ മരമണ്ടന്മാർക്ക് അറിയത്തില്ല, ഈ മരമണ്ടന്മാരുടെ വീഡിയോ കാണുന്നത് 2000 പേരാണ്, 2000 സംഘികളാണ്. കേരളത്തിലുള്ള 2000 സംഘികൾ ഇവരുടെ വീഡിയോ കാണുമ്പോൾ ഈ മണ്ടന്മാർ വിചാരിച്ചത് ഞങ്ങളിടുന്ന വീഡിയോ ഇസ്രായേലികൾ ഇരുന്ന് കാണുന്നുണ്ട് എന്നാണ്. ഇവർ പോകുമ്പോൾ ഇസ്രായേലികൾ കെട്ടിപ്പിടിക്കുമെന്നാണ് മണ്ടന്മാർ വിചാരിച്ചത്. എന്നാൽ ആരിഫ് ഹുസൈനോട് ഒരു ഇസ്രായേൽ പറയുകയാണ്, ജിഹാദി ഹുസൈനെ നീ എൻ്റെ രാജ്യത്ത് നിന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആട്ടി പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പൊന്നു മനുഷ്യന്മാരെ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇവിടെ വരാം. ഓക്കെ, ബൈ.